ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് അന്വേഷിക്കുന്നവർക്ക് ഒരു കിടിലൻ വീടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാം. 4.25 സെന്റ്, അതായത് 4.25 സെന്റിൽ ഏകദേശം 1650 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൽ വരുന്ന ഒരു വീടാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുറ്റത്ത് തന്നെ കിണർ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുടിവെള്ളത്തിനായുള്ള കിണറാണ്. കിണറെല്ലാം നല്ല സ്ക്വയർ ആയിട്ടാണ് കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നത്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ചെറിയൊരു വരാന്ത ഇവിടെ വരുന്നുണ്ട്. വരാന്തയിൽ നിന്ന് നമുക്ക് നേരെ എൻട്രൻസ് വരുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ വീടിന്റെ ലിവിംഗ് ഏരിയ വരുന്നത്. നമുക്കിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കബോർഡ് വർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കബോർഡ് വർക്കിൽ ഡിസ്പ്ലേ യൂണിറ്റിന് LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇതാണ് നമ്മുടെ വീടിന്റെ അടുക്കള. വിശാലമായ അടുക്കളയാണ്, മൾട്ടിവുഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നത്. പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഏരിയ കാണാൻ പറ്റും. വർക്ക് ഏരിയയിലും നമുക്ക് പാചകം ചെയ്യാനും ഡിഷ് വാഷ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് വീടിന്റെ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഇതാണ് നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്കെല്ലാം നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ് വരുന്നത്. ഇതാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. എല്ലാം മൾട്ടിവുഡ് തന്നെ വെച്ചാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് നമ്മുടെ വാഷ് ബേസിന്റെ യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇത് താഴത്തെ വേറൊരു ബെഡ്റൂമാണ്. മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ ബെഡ്റൂം സൈസ് കുറവാണ്. നമുക്ക് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായുള്ള രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം. ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഗ്രാനൈറ്റ് ആണ് ഫൂട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ 2 പോർഷനായിട്ട് ചെറിയൊരു സെക്കൻഡറി ലിവിങ് കിട്ടുന്നു. ഇവിടെ ഒരു പോർഷൻ ലിവിങ് ഏരിയ കിട്ടുന്നു, ഇവിടെയും കിട്ടുന്നു. ഈ ഒരു ലിവിങ് ഏരിയയുടെ പോർഷനിലായിട്ട് നമുക്കൊരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഡെയിലി ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം. ഇതും താഴത്തെ അതേ ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ്. ബാത്റൂം വരുന്നുണ്ട്, കബോർഡ് വരുന്നുണ്ട്. ഇതാണ് മുകളിലത്തെ 4ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്റൂമാണ്. നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കബോർഡ് വർക്കും കാണാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ നല്ല ഷീറ്റ് വർക്കൊക്കെ കൊടുത്ത് നല്ല കവേർഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. വേസ്റ്റ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ മുകളിലേക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാൽക്കണിയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഒരു 3 സീറ്ററൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയാണ്. ഫാൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന്. സിമ്പിളായിട്ടുള്ളൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന വഴി നമുക്കൊരു 3 മീറ്റർ 3.5-4 മീറ്ററോളം വീതി വരുന്ന വഴി വരുന്നുണ്ട്. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ 4.25 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് വരുന്ന ഈ ഒരു വീടിന് അവർ ചോദിക്കുന്ന വില 65 lakhs ആണ്. അതും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് പർച്ചേസ് ചെയ്യാനോ അതോ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത ഇത് അനേകായിരം ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ വീട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വീടുകളുടെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു.